സിജു ചേട്ടൻ ആക്ച്വലി മറ്റേ ചില്ലായിട്ടുള്ളൊരു ആക്ടർ. അതായത് ഇപ്പം ക്യാരക്ടറായി പിടിച്ച് നിന്ന് ഇപ്പം ഈ മൂവിയിലായാലും പ്രകാശ് എന്ന് പറയുന്ന ക്യാരക്ടർക്ക് ആക്ച്വലി കുറേ ലേയേഴ്സും കുറേ സംഭവമുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷെ എന്നാലും ലൈക്ക് സിജു ചേട്ടൻ എന്നുള്ള ഒരു പേഴ്സൻ്റെ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പ്രകാശ് എന്ന് പറയുന്നത്. പക്ഷെ സിജു ചേട്ടൻ അതിനായിട്ട് ലൈക്ക് മെത്തേഡായിട്ടുള്ള രീതിയിലൊന്നും അല്ല. സിജുചേട്ടൻ്റെ അപ്രോച്ച് ഭയങ്കര ചില്ലാണ്. സിജുചേട്ടൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ വരും വെരി ടാലൻറ്റഡ്. ഹാപ്പി വെഡിങ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ സിജുചേട്ടൻ അങ്ങനെ തന്നെ ആയിട്ട് നിന്നാൽ മതി. അങ്ങനെ പ്രേമരോഗിയൊക്കെ അങ്ങനെയല്ല. പക്ഷെ എന്നാലും ലൈക്ക് അങ്ങനെ അത്ര ഇതായിട്ടില്ല. അങ്ങനെ ഭയങ്കര ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ. ഭയങ്കര ഒരു ഈസി ഗോയിങ് ക്യാരക്ടർ ആയിരുന്നു. ഇപ്പോൾ ഹാപ്പി വെഡിങ്ങിൽ ദൃശ്യം എന്ന് പറയുന്ന എൻ്റെ ക്യാരക്ടർ ആയാലും അതിൽ ഈസി ഗോയിങ് ആയിട്ടുള്ള എനിക്ക് അധികം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നില്ല. പക്ഷെ അരുന്ധതി എന്ന് പറയുന്ന ഇപ്പോൾ ഡോസിൽ നമ്മുടെ രണ്ടുപേരും ക്യാരക്ടർ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഇതാണ്. ഒരു ആക്ടർ എന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ ഒത്തിരി ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അന്നും ഇന്നും സിജുചേട്ടൻ ഒരു ഇതാണ്. പക്ഷെ പേഴ്സണലി എനിക്ക് ഐ ഹാവ് ഫെൽറ്റ് ഡിഫറൻസ്. അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ടല്ല അഭിനയം കണ്ടിരുന്നത്. ഇപ്പോൾ ഞാനത് കുറച്ചും കൂടി എൻ്റെ അപ്രോച്ച് കുറച്ചും കൂടി ലൈക്ക് ഒരു സംഭവം നമുക്കൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി ചെയ്യണം. അതിന് എത്ര ലെവലിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും വില്ലിങ് ആണ് എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. അതിൽ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഒരു കാര്യത്തിൽ സന്തോഷമുള്ള കാര്യം, അതായത് നമ്മൾ ഹാപ്പി വെഡിങ് കഴിഞ്ഞിട്ട് അതുപോലത്തെ ഒരു സിനിമയല്ല നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുപോലത്തെ ക്യാരക്ടേഴ്സല്ല അതിനു വേണ്ടിയുള്ള നമ്മൾ ജോയിൻ ചെയ്തത്. ഇപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു. അതിൽ സന്തോഷമുണ്ട്. ദൃശ്യ അതേപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സിനിമകൾ ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കഴിഞ്ഞ ദിവസം മഞ്ജു വാര്യർ പറഞ്ഞൊരു വാക്കുണ്ട്. എന്നുവെച്ചാൽ സിനിമയിൽ വരുന്നതല്ല ബുദ്ധിമുട്ട്, സിനിമയിൽ നിലനിൽക്കുന്നതാണ് ബുദ്ധിമുട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു നടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പം അത് നടിയെ മാത്രമല്ല നടനെ സംബന്ധിച്ചത് തന്നെയാണ്. അഭിനയിക്കുന്ന എല്ലാവരുടെയും കാര്യത്തിൽ പൊതുവെ നടന്മാരെ നമ്മൾ കാണാറുണ്ട്. കുറച്ച് നീണ്ട ഒരു പഴയ നടന്മാരൊക്കെ നിലനിന്ന് പോകുന്നവരെ കാണാറുണ്ട്. പക്ഷെ എപ്പോഴും മാഞ്ഞു പോകുന്നത് നടിമാരാണ് കൂടുതലും. ശരി, ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും ആണുങ്ങൾക്കുണ്ട്. ശരിയാ. ഓക്കെ. അപ്പം ആ ഒരു അങ്ങനെ വരാനുള്ള ഒരു കാരണം, അതായത് ഇപ്പം ഒരു സിനിമ ഇപ്പം ഈ രണ്ടുപേരോട് ചോദിക്കുന്നത്, കാരണം നിങ്ങൾ രണ്ടുപേരും ഒത്തിരി അധികം സിനിമകൾ ചെയ്യുന്നത് കാണുന്നില്ല. അപ്പം അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് എത്രമാത്രം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്? ഇപ്പോൾ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡയറക്ടറിൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഒരു ഇന്ന ക്യാരക്ടർ ആരെ ലൈക്ക് കാസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഒരു ഡയറക്ടറിൻ്റെ ഒരു ഫ്രീഡമാണ് അത്. ഇപ്പോൾ ഇപ്പോൾ ഹാപ്പി വെഡിങ്ങിൽ ഞാൻ വന്നത് എങ്ങനെയായിരുന്നു, എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ വഴിയിൽ പോകുന്ന ഒരാളായിരുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് ലൈക്ക് അങ്ങനെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതേപോലെ തന്നെ ന്യൂ ടാലൻസ് വരുന്നതിൽ ഞാൻ ആക്ച്വലി ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി നല്ല ടാലൻസിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മലയാള സിനിമയിൽ നിന്നും അവരിപ്പോൾ വേറെ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നു. അതൊക്കെ ജനറലി ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ്. ഹാപ്പിയാണ് ഞാൻ ആ ഒരു കാര്യത്തിൽ.